നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാല വള്ളിച്ചിറയിൽ മധ്യവയസ്കൻ കുത്തേറ്റ് മരിച്ചു. പാല വള്ളിച്ചിറ വലിയ കാലായിൽ PJ ബേബിയാണ് മരിച്ചത്. വള്ളിച്ചിറ സ്വദേശി ആരംകുഴക്കൽ AL ഫിലിപ്പോസ് ആണ് ബേബിയെ കുത്തിയത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നിലവിലുണ്ടായിരുന്നു. പരസ്പരം ജാമ്യത്തിൽ സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. രാവിലെ ചായക്കടയിലെത്തിയപ്പോൾ ഇത് സംബന്ധിച്ച് ഇരുവരും തർക്കമുണ്ടാക്കുകയും ഫിലിപ്പോസ് ബേബിയെ കുത്തുകയുമായിരുന്നു. നെഞ്ചിൽ കുത്തേറ്റ ബേബി മരണപ്പെട്ടു. ഇയാളുടെ മൃതദേഹം പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബേബിയെ കുത്തിയ ശേഷം ഫിലിപ്പോസ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്കായി പോലീസ് വല വിരിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നിലവിലുണ്ടായിരുന്നു. പരസ്പരം ജാമ്യത്തിൽ സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തത് നിലവിലുണ്ട്. ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ കാലങ്ങളായി തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഫിലിപ്പോസിന്റെ പേരിലുള്ള ഹോട്ടൽ 6 മാസമായി മറ്റൊരാൾക്ക് ദിവസ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ ചായ കുടിക്കാൻ എത്തിയതായിരുന്നു ഇരുവര്. പള്ളിയിലേക്ക് പോകും വഴിയായിരുന്നു ബേബി ഹോട്ടലിൽ കയറിയത്. രാവിലെ ചായക്കടയിൽ എത്തിയപ്പോൾ സാമ്പത്തികമായി ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഫിലിപ്പോസ് കത്തിയെടുത്ത് ബേബിയെ കുത്തുകയുമായിരുന്നു. നെഞ്ചിൽ കുത്തേറ്റ ബേബിയെ രക്ഷിക്കാനായില്ല. ഫിലിപ്പോസിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. Mariel. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ പാലക്കാട് യുവാവിനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ സുപ്രധാന വിവരങ്ങൾ പുറത്തുവരികയാണ്. അമ്പലക്കണ്ടി സ്വദേശി 20-കാരനായ സൂരജിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിന് പിന്നിൽ കോളേജിൽ വെച്ചുണ്ടായ തർക്കമാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കോളേജിൽ കാർ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് നിലനിന്നത്. ചേളന്നൂർ SNEC കോളേജിൽ വെച്ചായിരുന്നു തർക്കത്തിന്റെ തുടക്കം. സൂരജിന്റെ സുഹൃത്തും കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ സൂരജും ഇടപെട്ടിരുന്നു. ഈ വൈരാഗ്യത്തിൽ കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പിൽ വെച്ച് സൂരജിനെ ക്രൂരമായി മർദ്ദിച്ചു. നാട്ടുകാർ ചേർന്ന് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ചേളന്നൂർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അജയും സഹോദരൻ വിജയ് അടക്കമുള്ള സംഘമാണ് സൂരജിനെ മർദ്ദിച്ചത്. സംഭവത്തിൽ ചെലവൂർ പെരയോട്ടിൽ വിജയ് മനോജ്, ഇവരുടെ പിതാവ് മനോജ് കുമാർ എന്നിവർ പിടിയിലായി. യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 18 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിജയ്, അജയ്, മനോജ് എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മർദ്ദിച്ചുവെന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികളായ വിജയ്, അജയ്, മനോജ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ സൂരജും ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്തുക്കളും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സൂരജിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. സൂരജിന്റെ മരണത്തിന് പിന്നാലെ ഒരു സംഘം ആളുകൾ ഇവരുടെ വീടും വാഹനവും അടിച്ചു തകർത്തു. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സൂരജിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.